പുഷ്പ 2 അപകടത്തിൽ ഹൈദരാബാദ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ അല്ലു അർജുൻ 11ാം പ്രതിയാണ്. അപകടം നടന്ന സന്ധ്യ തിയേറ്റർ ഉടമയാണ് 1ാം പ്രതി. KV ശ്രീധരനുണ്ട്. ശ്രീധരൻ, മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഡീറ്റെയിൽസ്, അല്ലുവിന്റെ അടക്കം റോള്. പ്രജീഷ്, ഈ വളരെ വിവാദമായി തെലങ്കാനയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ ചർച്ച വെച്ചതാണ് ഈ കേസും അല്ലെങ്കിൽ ഈ അപകടമൊക്കെ. ഈ പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. ഈ കേസിലാണ് ഇപ്പോൾ നമ്പള്ളി കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 1ാം പ്രതി എന്നുള്ളത് സന്ധ്യ തിയേറ്റർ, അതായത് ഇതിന്റെ പ്രീ റിലീസ് ഇവന്റ് വെച്ചിരുന്ന സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് ആണ്. അവർ ഒന്നാം പ്രതിയും അതിനുശേഷം 11ാം പ്രതിയായിട്ടാണ് നടനായിട്ടുള്ള അല്ലു അർജുന്റെ പേര് ചേർത്തിരിക്കുന്നത്. ഇതുകൂടാതെ അല്ലു അർജുന്റെ സുരക്ഷാഭടന്മാർ, സ്വകാര്യ ബൗൺസർമാരായിട്ടുള്ള 8 പേരും ഇതിൽ പ്രതികളാണ്. 23 പ്രതികളാണ് കേസിൽ ആകെയുള്ളത്. ഏതായാലും കുറ്റം എന്നുള്ളത് പൂർണ്ണമായും സന്ധ്യ മാനേജ്മെന്റിന്റെ ഭാഗത്താണ് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലു അർജുൻ കൃത്യമായിട്ട് പോലീസിനോട് ഈ വിവരം അറിയിച്ചിരുന്നില്ല. പോലീസ് ഈ തിക്കും തിരക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നടനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പറഞ്ഞിരുന്നു. ഏതായാലും അല്ലു അർജുൻ പ്രതിസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേസിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് കോടതി ജാമ്യം അനുവദിച്ച് വിട്ടയക്കുകയായിരുന്നു. ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണ് തെലങ്കാന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ അന്ന് ഉയരുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വളരെ വിവാദമായ തെലങ്കാന രാഷ്ട്രീയത്തിൽ വളരെ വിവാദമായ ഒരു കേസിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.